വിശുദ്ധാക്ഷരങ്ങളിലേക്ക് പ്രിയപ്പെട്ടവരെ വീണ്ടും സ്വാഗതം. ജയിൽ പുള്ളികളായ 300 കുട്ടികളെ ഒറ്റ ഒരാൾ ഒരു വിനോദയാത്രയ്ക്ക് കൊണ്ടുപോയ സംഭവം ഉണ്ടായിട്ടുണ്ട്. അടുത്തെങ്ങുമല്ല, വർഷങ്ങൾക്ക് മുമ്പാണ്. ഇറ്റലിയിൽ ടൂറിനിൽ 300 കുട്ടികളെ ഒറ്റ ഒരു വൈദികൻ ഒരു ബോട്ട് യാത്രയ്ക്ക് കൊണ്ടുപോകുന്നു. ഈ തടവ് പുള്ളികളൊക്കെ ചെമ്മരിയാടുകളെപ്പോലെ അദ്ദേഹത്തോടൊപ്പം സന്തോഷിച്ചുല്ലസിച്ച് ഒരു ദിവസം കഴിച്ചു കൂട്ടുന്നു. അതിനുശേഷം അതുപോലെ തന്നെ ജയിലിലേക്ക് തിരികെ വരുന്നു. അന്നും അതൊരു വാർത്ത തന്നെയായിരുന്നു. ഈ വാർത്ത അന്ന് സൃഷ്ടിച്ച വൈദികനെ നമ്മളെല്ലാവരും അറിയും, ഡോൺ ബോസ്കോ, മഹാനായ സലേഷ്യൻ വിശുദ്ധൻ. അദ്ദേഹത്തെക്കുറിച്ചുള്ള ചെറിയ പുസ്തകം എൻ്റെ കയ്യിൽ. വ്യക്തിപരമായ എൻ്റെ ജീവിതത്തിൽ വൈദികനാകണമെന്നുള്ള ചിന്ത എനിക്കുണ്ടാകുന്നത് ജോൺ ബോസ്കോയുടെ ജീവചരിത്രം വായിച്ചതിന് ശേഷമാണ്. വർഷങ്ങൾക്ക് മുമ്പ് ആനിത്തയിൽ എഴുതിയിട്ടുള്ള ഒരുപാട് ചിത്രങ്ങളടങ്ങിയിട്ടുള്ള വലിയ പുസ്തകം, അതുമായിട്ട് സലേഷ്യൻ വൈദികർ വീട് വീടാന്തരം കയറിയിറങ്ങുമായിരുന്നു. ഒന്നും രണ്ടുമല്ല, ഒരുപാട് പുസ്തകങ്ങൾ അവർ സൗജന്യമായിട്ട് എല്ലാവർക്കും നൽകും. കുട്ടികൾക്ക് 10ഉം 12ഉം പുസ്തകങ്ങളൊക്കെ വരെ ലഭിക്കുമെന്ന്. അതൊരു പ്രേക്ഷിത പ്രവൃത്തിയായിട്ട് അന്ന് സലേഷ്യൻ വൈദികർ കണ്ടിരുന്നു. ഡോൺ ബോസ്കോ, ഡൊമിനിക് സാവിയോ, മമ്മ മാർഗരറ്റ്, അങ്ങനെ തുടങ്ങി ഒരുപാട് വിശുദ്ധരുടെ വളരെ സുന്ദരമായ പുസ്തകങ്ങൾ. ആ പുസ്തകങ്ങളൊക്കെ വായിച്ചു കഴിയുമ്പോൾ ഇതുപോലൊരു വിശുദ്ധരാകണമല്ലോ എന്ന ചിന്ത പലർക്കും ഉണ്ടാവും. എനിക്കും ഉണ്ടായിട്ടുണ്ട്. അങ്ങനൊരു ചിന്ത ശക്തമായപ്പോഴായിരിക്കാം ഞാൻ സെമിനാരിയിൽ ചേർന്നത്. അതുകൊണ്ട് ഒരു ഇടവക വൈദികനായിട്ടിങ്ങനെ സന്തോഷത്തോടെ മുന്നോട്ട് നീങ്ങുമ്പോൾ ഡോൺ ബോസ്കോ എന്ന മഹാനായ വിശുദ്ധനെ നന്ദിയോടുകൂടി സ്മരിക്കുന്നു. റിഗ്രറ്റില്ലാതെ വൈദിക ജീവിതം ഒരു സെലിബ്രേഷനാക്കി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവമേ, ഈ സെലിബ്രേഷനിലേക്ക് നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവ ആഘോഷത്തിലേക്ക് കൈപിടിച്ച് നടത്തിയതിന് ഇദ്ദേഹത്തിന് നന്ദിയോടുകൂടി ഓർക്കുന്നു ഈ മഹാനായ വിശുദ്ധനെ. അച്ഛനായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മെത്രാപ്പോലിത്ത പറഞ്ഞ ഒരു വാചകമുണ്ട്. ഉപേക്ഷിക്കപ്പെട്ട കുട്ടികളുടെ വികാരിയാണ് ഇദ്ദേഹം. നല്ലൊരു ടേമാണത്, ഉപേക്ഷിക്കപ്പെട്ട കുട്ടികളുടെ വികാരി. അക്ഷരാർത്ഥത്തിൽ ഉപേക്ഷിക്കപ്പെട്ട കുട്ടികളുടെ വികാരിയച്ഛനായിരുന്നു അദ്ദേഹം. ഈ ഡോൺ ബോസ്കോയെക്കുറിച്ചുള്ള പുസ്തകം എഴുതിയിരിക്കുന്നത് ഷാജി മാലിപ്പാറ. അദ്ദേഹം ധാരാളം പുസ്തകങ്ങൾ വിശുദ്ധരെക്കുറിച്ച് എഴുതിയിട്ടുള്ള ആളാണ്. ഈ പുസ്തകം വളരെ സിമ്പിളായിട്ടുള്ള, തീർത്തും ചെറിയ ഒരു പുസ്തകം, വലിയ മനുഷ്യനെക്കുറിച്ചുള്ള ചെറു പുസ്തകം. എന്നാൽ വലിയ ചിന്തകൾ അവിടെ ഇവിടെയായി നിറഞ്ഞു നിൽക്കുന്നുമുണ്ട്. കുട്ടിക്കാലം മുതൽ സ്വപ്നത്തിൻ്റെ ആളായിരുന്നു ഡോൺ ബോസ്കോ. എപ്പോഴെപ്പോഴും സ്വപ്നം കാണുന്നൊരു കുട്ടി. സ്വപ്നം കാണുന്ന പൂർവ്വ പിതാവായ യൗസേപ്പിനെ പോലെ ബഹുവർണ്ണ കുപ്പായമണിഞ്ഞ ഒരാൾ. അതിലൊരു സ്വപ്നം ഇങ്ങനെയാണ്: കുറേ കുട്ടികൾ, അവർ ചീത്ത കാര്യങ്ങളൊക്കെ പറയുന്നു, പരസ്പരം തല്ലടിക്കുന്നു, പോരാടുന്നു. ജോണിന് ദേഷ്യം വരുന്നു. അവൻ അവരെ തിരുത്തുവാൻ വേണ്ടി സ്വരമുയർത്തി തുടങ്ങുമ്പോൾ വലിയ സൗന്ദര്യമുള്ള ഒരാൾ അയാൾ പറയുന്നു, ഇങ്ങനെയല്ല തിരുത്തേണ്ടത്, കരുണയോടുകൂടി, സാവകാശം. കൂടെ നിൽക്കുന്ന സ്ത്രീ, ആ സ്ത്രീയെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുന്നു, ഇതെൻ്റെ അമ്മയാണ്. അമ്മ പറയുന്നു, അവരെ നേർവഴിക്ക് നയിക്കാൻ നിനക്ക് പറ്റും, അതാ നിൻ്റെ കടമ. പെട്ടെന്ന് ഒരു പറ്റം വന്യമൃഗങ്ങളെ കാണുന്നു. ആ വന്യമൃഗങ്ങളുടെ ആരവങ്ങൾക്കിടയിൽ പെട്ടെന്ന് വന്യമൃഗങ്ങളൊക്കെ ചെമ്മരിയാടുകളായി മാറുന്നു. ഏതൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. ഈ മാറ്റത്തിലേക്ക് വന്യമൃഗങ്ങളെ വളർത്തുമൃഗങ്ങളാക്കി മെരുക്കിയെടുക്കുന്ന ആ അത്ഭുത മാറ്റത്തിലേക്ക് ക്ഷണിക്കുകയായിരുന്നു പ്രസംഗത്തിലൂടെ ഈശോയും മാതാവും ചേർന്ന്. അങ്ങനെയാണ് കുട്ടിയായ ജോൺ തൻ്റെ നിയോഗം കണ്ടെത്തുന്നത്. പിന്നീട് അദ്ദേഹം വൈദികനായ ശേഷവും കുട്ടികൾക്കൊപ്പമാണ്. അവരോടൊപ്പം ആയിരിക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് സന്തുഷ്ടി വേണം. കാരണം സന്തുഷ്ടിയുള്ളവൻ്റെ ജീവിതം ഇങ്ങനെ പറന്നു പോകുന്നു, അസന്തുഷ്ടിയുള്ളവൻ്റെ ജീവിതം ഇഴഞ്ഞു വലിഞ്ഞു പോകുന്നു.
ഒരു ചിയർഫുൾ പ്രീസ്റ്റ്, അതാണ് അദ്ദേഹം ആകാൻ ആഗ്രഹിച്ചത്. അമ്മയോട് അദ്ദേഹം ചെന്ന് പറയുമായിരുന്നു, എന്തുകൊണ്ട് അച്ഛന്മാർ ഇത്ര ഗൗരവ പ്രകൃതക്കാരായി കാണപ്പെടുന്നത്? എപ്പോഴും ഗൗരവമായ മുഖം, ചിരിക്കുന്നില്ല, കുട്ടികളുടെ അടുത്തേക്ക് വരുന്നില്ല. ഞാൻ എന്തെങ്കിലും ഒരു അച്ഛനായി കഴിയുമ്പോൾ ചിരിക്കും, ചിരിച്ചിട്ട് കുട്ടികളുടെ അടുത്തേക്ക് ചെല്ലും, എന്നിട്ട് അവരെ ഈശോയിലേക്ക് നയിക്കും, അവരുടെ ആത്മാക്കളെ ചിരിയിലൂടെ ഞാൻ നേടിയെടുക്കും. ശരിക്കും ചിരി ഒരു സുവിശേഷ പ്രഘോഷണമാണ്. ചിരിയിലൂടെ സുവിശേഷം പ്രസംഗിക്കാൻ സാധിക്കും. ചിരി സത്യത്തിൽ സ്വർഗത്തിലേക്കുള്ള ക്ഷണക്കത്ത് പോലെയാക്കി മാറ്റാവുന്നതുമാണ്. ഇതുതന്നെയാണ് ഡോൺ ബോസ്കോ അന്ന് കണ്ടെത്തിയ വലിയ കണ്ടെത്തൽ. ഡോൺ ബോസ്കോയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രചോദനാത്മക വ്യക്തിത്വം അത് മമ്മ മാർഗരറ്റാണ്. അമ്മമാർ ദൈവത്തെ അവരുടെ മൊഴിയിലൂടെ, അവരുടെ ഓരോ ചലനത്തിലൂടെയും കാണിച്ചു കൊടുക്കുന്നു. ജോണിയെ സംബന്ധിച്ചിടത്തോളം അമ്മ സ്വർഗത്തിലേക്ക് ചൂണ്ടപ്പെട്ടിരിക്കുന്ന സ്വർഗത്തിൻ്റെ തന്നെ വിരൽ പോലെയായിരുന്നു. വൈദികനാകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്. വൈദികനാകുന്നത് നല്ല കാര്യം തന്നെ, പക്ഷെ പണം ഉണ്ടാക്കുന്ന വൈദികനാകുകയാണെങ്കിൽ നിന്നെ ഞാൻ കാണുവാൻ വരിക പോലുമില്ല, നിൻ്റെ പരിസരത്തേക്ക് ഞാൻ വരികയില്ല. പണം ഉണ്ടാക്കാൻ വേണ്ടി അച്ഛനാകണ്ട, പണം എല്ലാം കൊടുക്കാൻ വേണ്ടി അച്ഛനായാലും മതി. വീണ്ടും അവൻ്റെ ഉടുപ്പുമാറ്റ ദിനം വന്നപ്പോൾ അമ്മ മകനോട് പറയുന്നൊരു കാര്യമുണ്ട്, നിനക്ക് നിൻ്റെ വിശുദ്ധിയെക്കുറിച്ചും ദൗത്യത്തെക്കുറിച്ച് എന്തെങ്കിലും സംശയം തോന്നിയാൽ അന്നേരം തന്നെ നീ നിൻ്റെ ഈ ഉടുപ്പ് ഊരി വീട്ടിലേക്ക് വരിക. വൃത്തികെട്ട ഒരച്ഛനാകുന്നതിനേക്കാളും നല്ലത് നല്ലൊരു കർഷകനായിട്ട് കുടുംബത്തിന് വേണ്ടി ജോലിയെടുക്കുന്നതാണ്. ഇങ്ങനെയൊക്കെ പറയുന്ന അമ്മമാരിലൂടെയാണ് മക്കൾ നല്ല വഴികളിലൂടെ നയിക്കുക. സെമിനാരിൽ ദീർഘമായി സേവനം ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ ചിലപ്പോഴൊക്കെ തമാശ നിറഞ്ഞ കുറേ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. ചില സമയങ്ങളിൽ മാതാപിതാക്കൾക്കാണ് മക്കളെക്കാൾ കൂടുതലായി ദൈവവിളി കിട്ടുക. മകന് താല്പര്യം ഉണ്ടാവില്ല, അമ്മയ്ക്ക് ഭയങ്കര താല്പര്യം, മകൻ അച്ഛനായേ തീരുമെന്ന ശാഠ്യം. അവന് താല്പര്യമില്ല എന്നിരുന്നിട്ടും തനിക്ക് ദൈവവിളിയിൽ കിട്ടിയെന്ന മട്ടിൽ പാവം മകനെ സെമിനാരിയിൽ നിലനിർത്തുവാൻ വേണ്ടി പെടാപ്പാട് പെടുന്നു. അത് ദൈവം നിശ്ചയിക്കേണ്ട കാര്യങ്ങളല്ലേ. ഈ അമ്മ പറഞ്ഞു കൊടുക്കുന്ന തത്വം ഇതാണ്, ദൈവം നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ വിളിച്ച ദൈവത്തോട് വിശ്വസ്തത പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക, അവൻ്റെ കൈ പിടിച്ച് അവൻ പറയുന്ന വഴികളിലൂടെ മാത്രം നടക്കുക. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിൻ്റെ ജീവിതം സന്തുഷ്ടിയുള്ളതായി മാറും. ഇതൊക്കെ പറഞ്ഞ അമ്മ വീണ്ടും മറ്റുള്ളവരെ സേവിക്കുന്നതിൻ്റെ വലിയ മാതൃകകളും കൊടുത്തിട്ടുണ്ട്. കോളറ പടർന്ന് പിടിച്ച കാലഘട്ടം, എല്ലാവരും കോളറ കൊണ്ട് മരിക്കുകയാണ്. അപ്പോൾ വീട്ടിലുള്ള പല സാധനങ്ങളും അവർക്ക് വേണ്ടി അമ്മ കൊടുത്തു കഴിഞ്ഞു. ഇനി അവസാനമുള്ളത് അൾത്താര വിരി പോലെ ഇട്ടിരിക്കുന്ന തുണികളൊക്കെയാണ്. അതും കൂടി എടുത്തുകൊള്ളുക. കാരണം കോളറ വന്ന് വല്ലാതെ വിഷമിക്കുന്ന ആളുകൾക്ക് അത് കൊടുക്കുമ്പോൾ ഈശോയെ പുതപ്പിക്കുന്നത് പോലെയാണ് അനുഭവമായി തീരുക. ഈ വലിയ അറിവില്ലാത്ത അമ്മ പറഞ്ഞു കൊടുക്കുന്ന സ്നേഹത്തിൻ്റെ പ്രാഥമിക പാഠമാണിത്. കൊടുക്കലിൻ്റെ തത്വശാസ്ത്രം അത് ആരംഭിക്കുന്ന വീട്ടിൽ നിന്നാണ്. കൊടുക്കാനായിട്ട് ഒരാൾ കൈ നിവർത്തി തുടങ്ങുന്നത് വീട്ടിൽ നിന്നുള്ള ട്രെയിനിങ് മൂലമാണ്. അതിന് പകരമായിട്ട് വീണ്ടും വീണ്ടും ആർത്തിയോടുകൂടി നേടാൻ വേണ്ടി ആർത്തിക്കരം നീട്ടിപ്പിക്കുന്നൊരു ഫോർമേഷൻ വീടുകളിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ തീരെ ചെറുതാവുകയാണ്. പല വീടുകളിലും കുഞ്ഞുങ്ങൾ തീരെ ചെറുതാവുകയാണ്. ആർക്കൊന്നും കൊടുക്കാതെ കുഞ്ഞെ ചെറുതാവുക, എല്ലാവരിൽ നിന്നും എല്ലാം എടുത്തുകൊണ്ട് കുഞ്ഞെ ചെറുതാവുക, ഒരാളെയും സ്നേഹിക്കാതെ കുഞ്ഞെ ഹൃദയം ചെറുതാക്കുക. അങ്ങനെ ചെറുതായി തീരെ ചെറുതായി പോകുന്ന കുഞ്ഞ് അവൻ്റെ തീർത്തും ചെറുതായ ഹൃദയത്തിൽ അപ്പനെയും അമ്മനെയും ഉൾക്കൊള്ളാനാവാതെ വരുമ്പോൾ അവരെ തള്ളി പുറത്താക്കും. അതാണ് പല വീടുകളിലും സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇദ്ദേഹം വൈദികനായതിനു ശേഷം എടുത്തൊരു തീരുമാനം വളരെ രസകരമായിട്ട് തോന്നുന്നുണ്ട്. 24 മണിക്കൂറും വൈദികനായിരിക്കും എന്നുള്ളൊരു തീരുമാനം. നിസ്സാരമായിട്ടുള്ളൊരു തീരുമാനമല്ല ഇത്. അദ്ദേഹത്തെക്കുറിച്ച് സഹപ്രവർത്തകർ പറയുക, ഓഫീസിലായിരിക്കുമ്പോഴും അദ്ദേഹം വൈദികനാണ്, പള്ളിയിലായിരിക്കുമ്പോഴും വൈദികനാണ്, കുട്ടികളോടൊപ്പമായിരിക്കുമ്പോഴും അദ്ദേഹം വൈദികനാണ്, എവിടെയായിരിക്കുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും അദ്ദേഹം വൈദികൻ തന്നെയാണ്. 24 മണിക്കൂറും വൈദികനായി ജീവിക്കുക എന്ന് പറയുന്നത് വലിയൊരു വെല്ലുവിളിയാണ്. എവിടെയായിരിക്കുമ്പോഴും, വെട്ടത്തായിരിക്കുമ്പോഴും ഇരുട്ടത്തായിരിക്കുമ്പോഴും ഈശോയുടെ വൈദികനായിട്ട് ജീവിക്കുക എന്ന വെല്ലുവിളി സ്വീകരിക്കുന്ന എല്ലാ
ആളുകളും നിറഞ്ഞ ഒരു വൈദിക സമൂഹമാണുള്ളതെങ്കിൽ ദൈവമേ, കർത്താവിൻ്റെ ചൈതന്യം ഇവിടെ നിറഞ്ഞ് കവിഞ്ഞു നിൽക്കും. അങ്ങനെ സംഭവിക്കട്ടെ. അതുതന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന. ഇനി വൈദികനായ ശേഷം ഇദ്ദേഹം എടുത്ത തീരുമാനങ്ങൾ ചിലതൊക്കെ നമ്മളെ ചിന്തിപ്പിക്കുന്നതാണ്. അദ്ദേഹം എടുത്ത് വിചിത്രമെന്ന് തോന്നുന്നൊരു തീരുമാനമുണ്ട്. ആ തീരുമാനം എന്താണെന്നറിയോ? കണ്ടുമുട്ടുന്ന ആളുകളിൽ ഒരാളോടെങ്കിലും എല്ലാ ദിവസവും പ്രചോദനാത്മകമായ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കണം. എല്ലാ ദിവസവും ഒരാളോടെങ്കിലും പ്രചോദനാത്മകമായ എന്തെങ്കിലും, ഒരു കഥയോ ഒരു നന്മ നിറഞ്ഞു നിൽക്കുന്നൊരു ഉപദേശമോ എന്തെങ്കിലും പകർന്നു കൊടുക്കണം. ഒരു സുന്ദരമായ ചിയർഫുള്ളായിട്ടുള്ള ഇവാഞ്ചലൈസേഷൻ മെത്തേഡാണ്. മറ്റ് തീരുമാനങ്ങൾ പൊതുവെ എടുക്കുന്നത് പോലെ അമിതമായ ഉറക്കം, അമിതമായ ഭക്ഷണാസക്തി അവയിൽ നിന്ന് മാറി നിൽക്കും. ഇതും നമ്മുടെ ഭാരതീയ ചിന്തയനുസരിച്ച് അമിതമായ ആലസ്യങ്ങളിലേക്കും അമിതമായ സുഖഭോഗങ്ങളിലേക്കും മുഴുകി ജീവിക്കുന്ന ഒരു വ്യക്തി അറിയാതെ താമസിക ഭാവത്തിലെത്തിച്ചേരുന്നു, ഏറ്റവും അധമനായി മാറുന്നു. അതുകൊണ്ട് തന്നെ ആകാശത്തിലേക്ക് ചിറക് വിരിച്ച് പറക്കണമെന്നുണ്ടെങ്കിൽ താഴേക്കിടയിൽ നിന്നും ഉയർന്നു പൊങ്ങാനുള്ളൊരാഗ്രഹം വേണം. ആ ആഗ്രഹമാണ് ഇത്തരം പ്രതിജ്ഞകളായിട്ട് മുന്നിലേക്ക് വരിക. നന്നേ ചെറുപ്പമായിരിക്കുമ്പോൾ തന്നെ ജോണി സഹപ്രവർത്തകരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമായിരുന്നു. മാർത്ത എന്നൊരു ബാല്യകാല സുഹൃത്തുണ്ട്. കുറച്ചുകൂടി ദരിദ്രമായ അന്തരീക്ഷത്തിൽ നിന്ന് വരുന്നവൻ. അവൻ്റെ അമ്മ അവന് വേണ്ടി ഉണ്ടാക്കി കൊടുക്കുക കറുത്ത് അത്രയ്ക്ക് രുചികരമല്ലാത്ത അപ്പമാണ്. മമ്മ മാർഗരറ്റ് ഇവന് വേണ്ടി ഉണ്ടാക്കി കൊടുക്കുക വെളുത്ത വളരെ രുചികരമായ അപ്പമാണ്. പാവം മാർത്തയെ ഇവൻ തെറ്റിദ്ധരിപ്പിച്ചു. അവൻ്റെ കറുത്തപ്പമാണ് കുറച്ചുകൂടി സ്വാദിഷ്ടമെന്ന്. എന്നിട്ട് വെളുത്തപ്പം കൊടുത്ത് അതിന് പകരമായിട്ട് ഈ കറുത്തപ്പം വാങ്ങിക്കഴിക്കും. ഇത് 1-2 ദിവസത്തേക്കല്ല, 2-3 വർഷത്തേക്ക് ഇങ്ങനെ തുടർന്നു. പിന്നീട് ബോധം വന്ന പ്രായത്തിലെത്തിയപ്പോഴാണ് മാത്ത മനസ്സിലാക്കുക, എല്ലാ ദിവസവും തൻ്റെ വിലകെട്ട അപ്പം അവൻ കഴിച്ചിരുന്നത് ഇവന് കുറച്ചുകൂടി നല്ല അപ്പം കിട്ടുവാൻ വേണ്ടിയാണ്. ഈ മനുഷ്യരുടെ നിസ്സാരതകളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് വിലയുറ്റ എന്തെങ്കിലും കൊടുത്ത് അവരെ വിലയുറ്റവരാക്കി മാറ്റുക, ഇത് മഹത്തുക്കളുടെ മാർഗ്ഗമാണ്. ഈ താഴെ കിടക്കുന്ന ഒരാളെ കുറച്ചുകൂടി താഴെയുള്ളവനാക്കി മാറ്റാൻ ശ്രമിക്കുന്നതാണ് സാധാരണ മനുഷ്യൻ്റെ രീതി. എന്നാൽ താഴെ കിടക്കുന്ന ഒരാളുടെ ആ താഴ്ന്ന അവസ്ഥയിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് അവനെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്, അതാണ് വിശുദ്ധിയുടെ രീതി എന്ന് പറയുന്നത്. ഡോൺ ബോസ്കോ അങ്ങനെയുള്ള ഒരാളായിരുന്നു. ജീവിതകാലഘട്ടം മുഴുവൻ അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നതും അതുതന്നെയാണ്. അദ്ദേഹത്തിന് മോൺസിഞ്ഞോർ സ്ഥാനം നൽകുവാൻ തീരുമാനമായപ്പോൾ അദ്ദേഹം പറഞ്ഞു, വേണ്ട, മോൺസിഞ്ഞോർ സ്ഥാനമൊക്കെ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കുട്ടികൾക്ക് വേണ്ടി ഭിക്ഷ യാചിക്കാൻ പറ്റുകയില്ല. കവലിയർ സ്ഥാനവും അദ്ദേഹത്തിന് വച്ച് നീട്ടപ്പെട്ടു. അപ്പോഴും അദ്ദേഹം പറഞ്ഞു, എനിക്കിതൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പണ്ടത്തെ പോലെ എൻ്റെ കുട്ടികൾക്ക് എന്തെങ്കിലും തരൂ എന്ന് ഭിക്ഷ യാചിച്ചുകൊണ്ട് ആളുകളുടെ മുമ്പിൽ ചെന്ന് കൈനീട്ടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പദവികളൊന്നും വേണ്ട, പദവികൾക്ക് അതിൻ്റേതായ ഔന്നത്യം ഉണ്ടല്ലോ, അത് പാലിക്കണ്ടേ. ചിലതെല്ലാം വേണ്ടെന്ന് വെക്കുവാൻ സുമനസ്സുകൾക്കേ സാധിക്കുകയുള്ളൂ. ആവർത്തിക്കുകയാണ്, ചിലത് വേണ്ടെന്ന് വെക്കുവാൻ ഉയർന്ന മനസ്സുള്ളവർക്ക് സാധിക്കുകയുള്ളൂ. നമ്മൾക്കൊന്നും വേണ്ടെന്നൊന്നും വെക്കാൻ പറ്റാറില്ലല്ലോ. എത്ര കിട്ടിയാലും നമ്മുടെ ആഗ്രഹങ്ങൾ തീരാറില്ല. ഒരിക്കലും തീരാത്ത ആഗ്രഹങ്ങൾ, ഒരിക്കലും തോരാത്ത കണ്ണീരും. കാരണം ആഗ്രഹങ്ങൾ കൂടിയതുകൊണ്ടാണ് നമ്മൾ ഇത്ര കരഞ്ഞു പോകുന്നത്. അതുകൊണ്ട് ചിലപ്പോഴെങ്കിലും വേണ്ട എന്നൊക്കെ പറയാൻ ഒരു സിദ്ധി നേടിയെടുക്കുന്നത് വളരെ നല്ലതാണ്. അതിയാം അസംതൃപ്തി ഔന്നത്യ സൗദദ്വാരം മതി എന്നതാം ഭാവം ശ്രേയസ്സിന് പ്രതിബന്ധം. പഴയകാലത്ത് എഴുതിയ കവിതയാണ്. മതി എന്ന് പറഞ്ഞേക്കരുത്, അത് ശ്രേയസ്സിന് പ്രതിബന്ധമാണെന്നാണ് കവിത പറഞ്ഞു തരുന്നത്. മതി എന്നൊക്കെ പറഞ്ഞ് ശീലിക്കുന്നത് വളരെ നല്ലതാണ്. ഈ മഹാവിശുദ്ധരൊക്കെ നമ്മോട് പറഞ്ഞിരുന്ന കാര്യവും അതുതന്നെയാണ്. ഇദ്ദേഹം ധനികരായ ആളുകളുടെ മുന്നിൽ ചെന്ന് കൈനീട്ടുകയൊക്കെ ചെയ്യും പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, സ്വർഗത്തിൻ്റെ താക്കോല് ധനികരുടെ കയ്യിലുണ്ട്. അവർ അവരുടെ അലമാര തുറന്ന് അതിനകത്തിരിക്കുന്ന എന്തെങ്കിലും പാവങ്ങൾക്ക് വേണ്ടി എടുക്കുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആ താക്കോല് സ്വർഗത്തിൻ്റെ താക്കോലായി മാറും. എന്നാൽ എല്ലാം അകത്ത് വെച്ചിട്ട് എല്ലാവരിൽ നിന്നും കവർന്നെടുത്തതുപോലെ എല്ലാം സംഭരിച്ചിട്ട് അലമാരയിൽ വെച്ച് പൂട്ടാൻ ശ്രമിക്കുമ്പോൾ ആ താക്കോല് നരകത്തിൻ്റെ താക്കോലായി മാറും. എന്നെ കേൾക്കുന്ന സമ്പന്നരായ സുഹൃത്തുക്കളെ, നിങ്ങളുടെ വീട്ടിലുള്ളത് സ്വർഗത്തിൻ്റെ താക്കോലാണോ നരകത്തിൻ്റെ താക്കോലാണോ?
ഉത്തരം സ്വയം കണ്ടെത്തിയാൽ മതി. കുട്ടികളെ ശുശ്രൂഷിക്കുന്നതിനിടയിൽ അല്ലാതെ തളർന്നു പോകുന്ന അവസ്ഥകൾ ഡോൺ ബോസ്കോയ്ക്കും ഉണ്ടായിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ ചില സഹപ്രവർത്തകർ പറയും, ഉഴപ്പന്മാരായ ഒരു തരത്തിലും നന്നാകാത്ത കുട്ടികളെ ശുശ്രൂഷിച്ച് തളർന്നു പോകുന്നുവെന്ന്. അപ്പോൾ അദ്ദേഹം പറയുന്നു, കുറച്ചുകൂടി കരുണ വേണം, കുറച്ചുകൂടി ക്ഷമ വേണം, കുറച്ചധികമായി പ്രാർത്ഥന വേണം. ഇനി കുട്ടികളെ ശുശ്രൂഷിക്കുമ്പോൾ തളർന്നു പോകുന്നവരുടെ അദ്ദേഹം വീണ്ടും ചോദിക്കും, നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ അവർക്ക് വേണ്ടി? പ്രാർത്ഥിച്ചാൽ എല്ലാം ശരിയാകും. ചില നേരങ്ങളിൽ നമ്മളുടെ തന്നെ മക്കൾ ശരിയല്ലാത്ത വഴികളിലൂടെ നടക്കുമ്പോൾ തളർന്നു പോകും. പക്ഷെ ഓർക്കണം, ഒരു നാൾ പ്രാർത്ഥനയിലൂടെ അവർ വീണ്ടെടുക്കാവുന്നതേ ഉള്ളൂ. ക്ഷമ വേണം, വീണ്ടും സ്നേഹം വേണം, കുറച്ചുകൂടി പ്രാർത്ഥന വേണം. ഇതാണ് ഇദ്ദേഹം നൽകുന്ന ഫോർമുല. ഇനി ഇങ്ങനെ ഒരു ഫോർമുലയോടുകൂടി ജീവിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഊർജം കിട്ടേണ്ട ഇടം അതും കണ്ടെത്തണം. ഡോൺ ബോസ്കോ ഊർജം കണ്ടെത്തിയിരുന്നത് ദിവ്യകാരുണ്യത്തിലാണ്. കുർബാന ചൊല്ലുന്നതിനിടയിൽ അദ്ദേഹം കരഞ്ഞു പോകുമായിരുന്നത്രേ. അവാച്യമായ ആനന്ദം കൊണ്ടാകാം, അല്ലെങ്കിൽ പറഞ്ഞറിയിക്കാനാവാത്ത ഭാരം കൊണ്ടായിരിക്കാം. ഇടയ്ക്കിടയ്ക്ക് നിന്നു പോകും കുർബാന, കരഞ്ഞു പോകും, വിതുമ്പും, കൈകൾ വിറച്ചു പോകും. പിന്നെ അദ്ദേഹം കുർബാന തുടരുകയും ചെയ്യും. ഒരു തവണ ദിവ്യകാരുണ്യം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഓസ്തി തീർന്നു പോകുന്നു. അത് കപ്പ്യാർക്കറിയാം. പക്ഷേ ഒന്നിനു പറയുക മറ്റൊന്നായി വരുന്ന എല്ലാവർക്കും പരിശുദ്ധ കുർബാന കൊടുക്കുവാൻ തക്ക വിധത്തിൽ കുസ്തോതി നിറയെ ഓസ്തി ഉണ്ടാകുന്നുമുണ്ട്. അവിടെ ഒരു അത്ഭുതം സംഭവിക്കുകയാണ്. ഇതിനെക്കുറിച്ച് ആളുകൾ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതൊരു വലിയ അത്ഭുതമാണോ? ഈ ഓസ്തി യേശുവിൻ്റെ ശരീരമായി മാറുക എന്ന അത്ഭുതവുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ തിരുവോസ്തി കുറച്ചുകൂടി കൂടുതലാകുക എന്നുള്ളതൊരു അത്ഭുതമാണോ? വിശുദ്ധരൊക്കെ സാധാരണ ജീവിതത്തിൽ അത്ഭുതം കണ്ടെത്തിയവരാണ്. അതുകൊണ്ട് തന്നെ ഔട്ട് ഓഫ് ദ വേ എന്ന് പറയപ്പെടുന്ന സംഭവങ്ങളെക്കുറിച്ച് അവർക്ക് വലിയ ചിന്തയൊന്നുമില്ല. അവർ സ്നേഹിക്കുക എന്ന അത്ഭുതത്തിലാണ് വിശ്വസിക്കുന്നത്. ലവ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ മിറക്കിൾസ്. ഈ ലവ് എന്ന ആ ഒരു മിറക്കിൾ സംഭവിച്ചു കഴിയുമ്പോൾ മറ്റെന്ത് മിറക്കിളും അവർക്കൊന്നുമല്ല. അതൊക്കെ ഇങ്ങനെ നാച്ചുറലായിട്ട് സംഭവിക്കുകയാണ്. പൂവ് വിരിയുന്നത് പോലെ, കാറ്റ് വീശുന്നത് പോലെ ഒരു നല്ല മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ സാമീപ്യത്തിൽ അത്ഭുതങ്ങളുണ്ടാകുന്നു. അത് സ്വാഭാവികമായിട്ട് തന്നെ സംഭവിക്കുകയും ചെയ്യുന്നു. ഇദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് തന്നെ പല ആളുകളിലും മാറ്റങ്ങൾ ഉണ്ടാക്കുവാനും ഇദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. വിക്ടർ ഹ്യൂഗോയെ പോലുള്ളവരുമായിട്ട് നിരന്തര സഹവാസം ഇദ്ദേഹത്തിനുണ്ടായിരുന്നത്രേ. പോളണ്ടിലെ ഒരു രാജകുമാരൻ ഇദ്ദേഹത്തിൻ്റെ ജീവിതശൈലി കണ്ട് ആകർഷനായി എല്ലാം വെടിഞ്ഞ് വൈദിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിനെക്കുറിച്ചും പരാമർശങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെ ജീവിച്ച് ചിയർഫുൾനെസ്സിൻ്റെ വിശുദ്ധനായി ദൈവത്തിൻ്റെ ചിരി പോലെ അദ്ദേഹം ദൈവത്തിൻ്റെ നാട്ടിലേക്ക് മടങ്ങിപ്പോയി കാണണം. ഇപ്പോഴും അദ്ദേഹം പറയുന്നത് അതുതന്നെയാണ്, എല്ലാവരെയും അടുത്തേക്ക് വിളിക്കുക. ഡോൺ ബോസ്കോ പറയുന്നു, ഒരു കുടം നിറയെ വിനാഗിരി ഉണ്ടെങ്കിലും ഒരു തുള്ളി തേൻ കൊണ്ടാണ് കൂടുതൽ ഈച്ചകളെ പിടിക്കാൻ പറ്റുക. അതുപോലെ തന്നെ നിങ്ങളുടെ വലിയ പാണ്ഡിത്യം നിറഞ്ഞ പ്രസംഗങ്ങളെക്കാളും നിങ്ങളുടെ ചൈതന്യം നിറഞ്ഞ, സ്നേഹം നിറഞ്ഞ, കരുണ നിറഞ്ഞ ചെറുവാക്കുകൾക്ക് കൂടുതൽ ആത്മാക്കളെ നേടുവാൻ സാധിക്കും. പറയുന്നു അദ്ദേഹം, ചിരിയിലൂടെ, സ്നേഹത്തിലൂടെ, കരുണാർദ്രമായ സാമീപ്യത്തിലൂടെ ആത്മാക്കളെ നേടുക. ഈ പുസ്തകം വായിച്ച് മടക്കി വെച്ച് കഴിയുമ്പോൾ എൻ്റെ ഉള്ളിൽ ചെറിയൊരു ചിരി ഉണരുന്നുണ്ട്. കേൾക്കുന്ന നിങ്ങളുടെ ഉള്ളിലും ഒരു ചിരി ഉണ്ടാകട്ടെ. ഈ ചിരിയിലും നിറഞ്ഞു നിൽക്കുന്ന കരുണയുള്ള ദൈവത്തിൻ്റെ സുവിശേഷങ്ങളായി മാറാൻ എനിക്കും നിങ്ങൾക്കും നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി നല്ല യാത്ര നേരുന്നു.